ഇനി വിദേശ വാർത്തകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ 40ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരികയാണ്. ലെബനിൽ നിന്ന് ഹെസ്ബുള്ളയും യമനിൽ നിന്ന് ഹൂതികളും ഇസ്രയേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന വാർത്ത വരികയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി നമ്മുടെ വിദേശകാര്യ ലേഖകൻ ബി ജെയിംസ് തത്സമയം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസ്, ഓണമൊക്കെ എങ്ങനെ പൊളിച്ചോ? ഓണം അടിച്ചു പൊളിച്ചല്ലോ. ജെയിംസിന്റെ ഈ അവതാര പുലികളിലെ ഡാൻസ് വളരെ വിജ്ഞാനപ്രദമായി എന്ന് പറയുന്നുണ്ട്. സൂപ്പറായിരുന്നു, കേൾക്കുന്നുണ്ട് കേട്ടോ. അല്ല, എസ് കെന്റെ 40 വർഷത്തെ ചരിത്രത്തിൽ എസ് കെനെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ വലിയ നേട്ടം. ഞാൻ യഥാർത്ഥത്തിൽ ഈ നാട്ടുപുറത്തൊക്കെ യഥാർത്ഥത്തിൽ ചില ഗുഡ് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ടെലിവിഷൻ സ്ക്രീനിൽ ആദ്യമായിട്ടാ. അപ്പൊ അത് ഒരു വലിയ നേട്ടമല്ലേ? ആവർത്തിക്കരുതെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യരുതെന്ന് പറഞ്ഞോ? ഇനി മേലാൽ ചെയ്യരുത്. കാര്യം ഇതിനെ ഡാൻസ് എന്നാണോ വിളിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചത്. അല്ല, പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി, എസ് കെ നല്ല ഭാവിയുണ്ട് നൃത്തത്തിൽ, ഈ രംഗത്തല്ലേ? ഓക്കെ, എന്റെ കാലും കൈ ഓടിച്ച ആൾക്കാർ വീട്ടിലിടാനുള്ള പരിപാടിയാണ് പറഞ്ഞു തരുന്നത് അല്ലേ? നന്നായിരിക്കുന്നു. ഇത്തരം പിയുടെ ആശയപ്രകടനത്തിന് വളരെ നന്ദി. അന്യന്റെ ആരോഗ്യം നശിപ്പിക്കുന്നതാണല്ലോ നമ്മുടെ പണി. താങ്ക് യു ബി ജെയിംസ്. ഇനി വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യ അപ്പോൾ നമുക്ക് ഈ സീരിയസ് ആവാം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വിഷമകരമായ വാർത്ത തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. അവിടെ കൊല്ലപ്പെട്ടവരുടെ പലസ്തീനികളുടെ സംഖ്യ 41,300 അടുത്ത് എത്തുകയാണ്. വല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ എസ് കെ എൻ ഒരുപക്ഷെ ഇറാൻ്റെ ഇടപെടൽ കൂടിയിരിക്കുന്നു. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ വലിയ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിരിക്കണം ഇറാൻ്റെ പിന്തുണയുള്ള ഹെസ്ബുള്ള ലെബനിൽ നിന്ന് ഈ മണിക്കൂറുകളിൽ ഡ്രോണുകൾ അയച്ചിരിക്കുന്നു. വടക്കൻ ഇസ്രായേലിലെ മിലിറ്ററി കേന്ദ്രങ്ങളിലേക്കാണ് ഡ്രോണുകൾ വന്ന് വീണിട്ടുള്ളത്. നാശനഷ്ടം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ ഹൂതികൾ, യമനിൽ നിന്ന് ഹൂതികൾ അവിടെ ചെങ്കടലിലെ കപ്പലുകളാണ് ആക്രമിക്കുന്നത്. പക്ഷേ ഈ മണിക്കൂറുകളിൽ അവരയച്ച ഡ്രോൺ അത് ഇസ്രായേലിൽ ജെറുസലം ഭാഗത്ത് വന്ന് പതിച്ചു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചടി വരുന്നുണ്ട് ഇസ്രായേലിന്. അപ്പോൾ ആ തരത്തിൽ യുദ്ധം മുന്നോട്ട് പോവുകയാണ്. ഖാൻ യൂനിസിൽ, ഗസയിലെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ സേന നടത്തുന്നുണ്ട്. ഇസ്രായേൽ സേനയെ വല്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഐക്യരാഷ്ട്ര സഭ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. വംശഹത്യയാണ് നടക്കുന്നത്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആര് പറയുന്നു കേൾക്കാൻ തയ്യാറാവുന്നില്ല. അമേരിക്ക ഇടപെടണമെന്ന് പലതവണ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും ഫലം കാണുന്നില്ല. ആന്റണി ബ്ലിങ്കൻ വരുന്നത് ഈജിപ്തിലേക്കാണ്. ഈജിപ്തുമായിട്ടാണ് ചർച്ച നടത്താൻ പോകുന്നത്. ഇങ്ങനെ ഈജിപ്തിൻ്റെ ബോർഡറിൽ അതിൽ നിന്ന് ഇസ്രായേൽ മാറണമെന്ന് ഒരു പ്രത്യേക കണ്ടീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തലിന്. പക്ഷെ അത് ഒരു തരത്തിലും ഇവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈജിപ്തുമായി ഇസ്രായേലുമായിട്ടും ചർച്ചയ്ക്ക് വേണ്ടിയാണ് ആന്റണി ബ്ലിങ്കൻ്റെ 10ാമത്തെ യാത്രയാണ്. പക്ഷേ യാത്രകൾക്കൊന്നും ഫലം കാണുന്നില്ല എസ് കെ. ഓക്കെ, ബി ജെയിംസ്, മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ ഈ പ്രസിഡന്റ് ഇലക്ഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ സജീവമായി തുടങ്ങിയപ്പോഴോ വീണ്ടും അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായി. ഇന്നലെ വന്ന വാർത്തയായിരുന്നു അത്. അപ്പോൾ വധശ്രമം മാത്രമല്ല, ഈ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമേരിക്കൻ പൗരനാണ് ഈ വധശ്രമം നടത്തിയത് എന്ന രീതിയിൽ വാർത്ത വരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? എസ് കെ എൻ, മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ 2ാമത്തെ വധശ്രമമാണ് നടക്കുന്നത്. എലക്ഷൻ കത്തിപ്പിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ജനാധിപത്യ രംഗത്തിന് വലിയ ഭീഷണിയായിട്ട് ആക്രമണങ്ങൾ പെരുകി വരുന്നു. അവിടെ തോക്കെടുത്ത വെടിവെപ്പാണ്. ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്നത് ട്രംപ് ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് എന്ന് മാത്രമല്ല, AK-47 തോക്കുമായി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് വെടി ഉതിർക്കുകയായിരുന്നു. ഭാഗ്യത്തിന് അദ്ദേഹം 2ാമതും രക്ഷപ്പെട്ടു. നേരത്തെ ഒരു 22-കാരനാണ് അദ്ദേഹത്തെ വെടി വെച്ചത്. നേരെ അത് ചെവിയിൽ കൊണ്ട് മൂളിപ്പറന്നു പോവുകയായിരുന്നു. 2 തവണയും രക്ഷപ്പെട്ടു. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസം നടത്തിയിട്ടുണ്ട്. കാരണം ട്രംപിന് നേരെ നടക്കുന്ന 2ാമത്തെ വധശ്രമം ഒരുപക്ഷെ AK-47 ആയതുകൊണ്ട് ഒന്ന് കൊണ്ടിരുന്നെങ്കിൽ അതോടെ പണി തീരുമായിരുന്നു. അപ്പോൾ വലിയ രീതിയിൽ കമലാ ഹാരിസിനും സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കൂടുതൽ അക്രമാസക്തമായി തീരുന്നു. ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു. യൂറോപ്പിൽ വെള്ളപ്പൊക്കത്തിൽ 15 പേർ മരണമടയുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എസ് കെ എൻ ഏറ്റവും കൂടുതൽ പക്ഷേ ഇന്ത്യയെ അമ്പരപ്പിക്കുന്നത് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇറാൻ ആദ്യമായിട്ടാണ് ഇത്രയും കടുത്ത ഭാഷയിൽ ഇന്ത്യക്കെതിരെ പ്രതികരിക്കുന്നത്.
മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ഇവിടെ വല്ലാത്ത സഹനമാണ് എന്ന രീതിയിൽ ഇറാൻ്റെ അത്യുന്നത നേതാവ് അയത്തുള്ള ഖമനി പ്രതികരിച്ചിരിക്കുന്നു. ഇന്ത്യ അതിശക്തമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കൂടി ട്രാക്ക് റെക്കോർഡ് നോക്കണം എന്ന് ഇറാനോട് പറഞ്ഞിരിക്കുന്നു. ഇറാനിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ സൗദി അറേബ്യയുടെ ഒപ്പം വരുത്തുന്നത്. ഒപ്പം തന്നെ ചബാർ പോർട്ട് നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നറിയില്ല, പെട്ടെന്ന് ഇറാൻ നിലപാട് മാറ്റിയിരിക്കുന്നു. ഗസയിലും മ്യാൻമറിലും ഇന്ത്യയിലും മുസ്ലിമുകൾക്ക് നേരെ വലിയ ആക്രമണം നടക്കുന്നു എന്നുള്ള രീതിയിലാണ് ആയത്തുള്ള ഖമനി പ്രതികരിച്ചിരിക്കുന്നത്. SKN പി ഒരു തോമസ് കുട്ടി കലഞ്ഞൂരി ചോദിക്കുന്നു, ഈ നമ്മുടെ ഈ അവതാരപ്പുലികളിൽ പാതി വഴിയിൽ വെച്ച് കൊലയുമായിട്ട് കയറി വന്നല്ലോ ഹാഷ്മി. ആ ഹാഷ്മിയിൽ നിന്ന് 2 പഴം, ഒന്നല്ല 2 പഴം PP ജെയിംസ് വാങ്ങിക്കഴിച്ചു. ഇത്രയും ആക്രാന്തം. അതെ, ആ വാർത്ത തെറ്റാണ്. SKN ഒരെണ്ണേ കഴിച്ചോളൂ. രണ്ടാമതൊരു പഴം കൂടി എൻ്റെ മേൽ വെച്ച് നീട്ടിയിരുന്നു, ഞാനത് സ്വീകരിച്ചില്ല. തിരസ്കരിച്ചു. പഴം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പഴുത്തു വരുന്നതേ ഉള്ളായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയവരുണ്ട്. താങ്ക് യു PP ജെയിംസ്. വിദേശ വാർത്തകളുമായി നാളെ